കോച്ച് പി ബാലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിന് ചോദിക്കും. പി ബാലചന്ദ്രൻ, എന്തായാലും സഞ്ജു ടീമിലുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം. ഒപ്പം തന്നെ ശുഭ്മാൻ ഗില്ലിന്റെ വരവ്, അത് ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ ആക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ തന്നെ വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവന്നത് എങ്ങനെ അദ്ദേഹത്തിന്റെ ടീമിലെ ഈ ലൈനപ്പിൽ അല്ലെങ്കിൽ പ്ലേയിങ് ലെവലിൽ അദ്ദേഹത്തിന്റെ റോൾ എന്തായിരിക്കും? പ്ലേയിങ് ലെവലിൽ തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലിനെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊരു ബാറ്ററാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഓപ്പണറായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം മിഡിൽ ഓർഡറിലും അദ്ദേഹത്തിന് കേപ്പബിലിറ്റി ഉണ്ട്. സ്പിന്നേഴ്സിന്റെ അഗൻസ്റ്റും അദ്ദേഹത്തിന് വളരെ മികവ് പുലർത്താനാവുമെന്നത് പലതവണ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള പ്ലേയേഴ്സിനെയാണ് ഇത്തരത്തിലുള്ള ഈ ഷോർട്ടർ ഫോർമാറ്റിൽ പ്രയോജനപ്പെടുക. പക്ഷേ സമീപകാലത്ത് ഈ ഓപ്പണിംഗ് റോളിലേക്ക് വന്നാൽ അഭിഷേകും സഞ്ജുവും തമ്മിൽ നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കുന്ന രണ്ടുപേരും എക്സ്പ്ലോസീവായി 2020 ഫോർമാറ്റിനെ തന്നെ ഒരു പുനർനിർവചിക്കുന്ന തരത്തിൽ കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സാണ്. തിലക് വർമ്മ വൺ ഡൗൺ ആയി ഇറങ്ങുന്നു. 3-ാം നമ്പറിൽ അല്ലെങ്കിൽ 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ. ഇങ്ങനെ വരുമ്പോൾ ഈ ശുഭ്മാൻ ഗില്ലിനെ താഴത്തേക്ക് ഇറക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യക്ക് ഒരു റിസ്ക് ഫാക്ടർ ആണോ ഉണ്ടാവുക? ഇല്ല, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മധ്യനിരയിൽ കളിക്കാൻ പറ്റുന്ന അദ്ദേഹം പലതവണ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോ അദ്ദേഹം ഓപ്പണേഴ്സിന് താങ്കൾ പറഞ്ഞ പോലെയുള്ള ആ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ പോലും പിന്നീട് ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരേണ്ട ഇവർ രണ്ടുപേരും കുറച്ചുകൂടെ ആക്രമിച്ച് കളിക്കുന്ന സമയത്ത് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിലും തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള ഒരു ബാറ്റർ അവിടെ പ്രയോജനപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഇതോടുകൂടി തന്നെ ഒരുപക്ഷെ വേറെ വലിയൊരു നിരാശ ഒരുപക്ഷെ ക്രിക്കറ്റ് എക്സ്പേർട്ടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രേയസ് അയ്യർ അദ്ദേഹം ഈ 2020 ടീമിലേക്കൊക്കെ തന്നെ തിരിച്ചു വന്നേക്കാം എന്ന തരത്തിൽ ചില വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ശുഭ്മാൻ ഗില്ലിന്റെ ഈ ഇൻക്ലൂഷനോടുകൂടി അവസരം നഷ്ടമായത് സത്യത്തിൽ ശ്രേയസ് അയ്യർക്കാണ്. സമീപ 2 IPL-ലും ക്യാപ്റ്റൻ എന്ന തരത്തിൽ വലിയ തിളങ്ങിയിട്ടും ബാറ്റ് കൊണ്ട് തിളങ്ങിയിട്ടും ശ്രേയസ് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അല്ല, ഇപ്പൊ ഇന്ത്യ പോലെ ഇത്രയും ബാറ്റിംഗിൽ ഡെപ്ത് ഉള്ള ഒരു രാജ്യത്ത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കളിക്കാരൻ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. കാരണം അതൊരു മനഃപൂർവ്വം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആ ഒരു ടീം മാനേജ്മെന്റിന്റെ താല്പര്യവും അതുപോലെ സെലക്ടേഴ്സിന്റെ മനസ്സിലും പ്രത്യേകിച്ച് ചില ഓരോ കളിക്കാരനും ഓരോ റോൾ എന്ന് പറഞ്ഞ് നിശ്ചയിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഫോമും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശുഭ്മാൻ ഗില്ലിനെ നമ്മൾ കളിപ്പിക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പ് പല മത്സരങ്ങളിലും സഞ്ജുവിനെ മാറ്റി നിർത്തിയപ്പോൾ നമുക്കൊരു വേദന ഉണ്ടായ പോലെ തന്നെ ഈ ശ്രേയസ് അയ്യരുടെ കാര്യത്തിലും ഒരു അൺഫോർച്ചുനേറ്റ് എന്ന് പറയാം. പക്ഷേ ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റും. കാരണം അത്രയും കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണെന്ന് പലതവണ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സഞ്ജുവിന് എന്തായാലും അദ്ദേഹം സമീപകാലത്ത് ഏറ്റവും നല്ല രീതിയിൽ കളിച്ചുള്ള റിവാർഡ് അത് എന്തായാലും ഗൗതം ഗംഭീർ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല. അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം. അതെ, തീർച്ചയായിട്ടും ഒരു എന്തായി കഴിഞ്ഞാൽ അർഹതപ്പെട്ടതാണ്. അല്ലാതെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്കുള്ള നമ്മുടെ ഒരു സന്തോഷം എന്നുള്ളതിനേക്കാട്ടിലും കൂടുതൽ അദ്ദേഹം അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബൗളിംഗ് നിരയിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ രവി ബിഷ്ണോയ് ഏറ്റവും നന്നായി സമീപകാലത്തെ ടൂർണമെന്റിലൊക്കെ കളിച്ചതാണ്. പക്ഷേ ഒരു ബഞ്ച് ഓഫ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മികവുറ്റ താരങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനും അവസരം നഷ്ടമാവുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ വരുൺ ചക്രവർത്തിയെ പോലെയൊക്കെയുള്ള ഒരു ബൗളർ പലതവണ ഒരു ഇമ്പാക്ട് ബൗളർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ആ ഫീൽഡ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലും കോമ്പറ്റീഷൻ ഉണ്ട്. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ മടങ്ങിവരവാണ് വലിയ രീതിയിൽ സന്തോഷം നൽകുന്ന കാര്യം. അദ്ദേഹം എത്ര കണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2020 ലോകകപ്പിലൊക്കെ കണ്ടതാണ്. എന്തായാലും അദ്ദേഹം വരുന്നതോടുകൂടി ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിര ഒന്നുകൂടി തീപാറുന്ന തരത്തിലാവും, ശക്തമാവും തീർച്ചയായിട്ടും. കാരണം ഫിറ്റ്നസിന്റെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. കാരണം 4 ഓവറല്ലേ ബൗൾ ചെയ്യാനുള്ളൂ. അത് സുഖമായിട്ട് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് മാനേജ് ചെയ്ത് മാനേജ്മെന്റിന് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് നമ്മുടെ ബൗളിംഗ് ഇതിനൊരു ഷാർപ്നെസ് കൂട്ടും എന്നുള്ളത് നിസ്സംശയം പറയാം. ഒപ്പം തന്നെ ഇത് നമുക്ക് വരാനിരിക്കുന്ന അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ 2020 ലോകകപ്പ് വരുന്നുണ്ട്. ഇന്ത്യക്ക് ആ കിരീടം നിലനിർത്തേണ്ടതുണ്ട്. ഏതാണ്ട് ഒരു ടീമിന്റെ സ്ട്രക്ചർ ഇത് തന്നെയായിരിക്കുമെന്ന് നമുക്ക് അതെ അതിന്റെ ഒരു ഔട്ട്ലൈൻ ഈ പറഞ്ഞ പോലെ ശ്രേയസ് അയ്യരെ പോലെയുള്ളവരൊക്കെ തന്നെ ഈ റെക്കണിങ്ങിലുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെയുള്ള കളിക്കാരും തിരിച്ചു വരും എന്നുള്ള സംശയമില്ല. അതർവൈസ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീം തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ യശസ്വി ജയ്സ്വാളിൻ്റെ കാര്യത്തിലായിരിക്കും ചിലപ്പോൾ ചില സങ്കടം, അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ യശസ്വി ജയ്സ്വാളിനെ തഴഞ്ഞു എന്നതാണ് ഇപ്പോൾ പുതിയ ഒരു ആരോപണമായി ഉയർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാപ്പബിലിറ്റി എത്ര കണ്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പറഞ്ഞ ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാൻ വലിയ പാടാണ്.
അതെ അതെ, തഴയപ്പെട്ടു എന്ന് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും തഴയപ്പെട്ടത്. അതിലിപ്പോ നമുക്ക് നിവൃത്തിയില്ല. ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് സമ്പത്തിൽ നമുക്ക് സന്തോഷിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ.